ഇടുക്കിയിൽ വന്യമൃഗശല്യം രൂക്ഷമാകുന്നു. മൂന്നാറിൽ ആനയും പുലിയും ജനവാസ മേഖലയിലെത്തി. ചിന്നക്കനാലിൽ ആനയുടെ ആക്രമണത്തിൽ വീട് തകർന്നു. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. മൂന്നാർ മേഖലയിൽ വന്യമൃഗശല്യം രൂക്ഷമാവുകയാണ്. ചിന്നക്കനാൽ സിംഗുകണ്ടത്ത് ചക്കക്കൊമ്പന്റെ ആക്രമണത്തിൽ വീട് ഭാഗികമായി തകർന്നു. സിംഗുകണ്ടം സ്വദേശി കൂനമാക്കൽ മനോജിന്റെ വീടിന് നേരെയാണ് പുലർച്ചെ കാട്ടാനയാക്രമണമുണ്ടായത്. 4 മണിക്ക് ഞാൻ നല്ല ഉറക്കമായിരുന്നു. അപ്പോൾ ഇവിടെ ഈ ഫ്രണ്ടിൽ കുറച്ച് വേസ്റ്റ് ഒക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു. അതെന്തോ കഴിച്ചുകൊണ്ടിരിക്കുന്ന സമയത്താണ് എന്തോ ഗ്ലാസിൻ്റെ എന്തോ സൗണ്ട് കേട്ടു, എന്തോ കുപ്പിയൊക്കെ ഇട്ടിട്ടുണ്ടായിരുന്നു അവിടെ. അതിൻ്റെ സൗണ്ട് കേട്ടോണ്ട് ഞാൻ പെട്ടെന്ന് എണീറ്റ് വന്ന് ഞാൻ ഇവിടെ നിന്ന് ഈ സ്റ്റെപ്പ് കയറി ഇവിടെ വന്നപ്പോഴത്തേക്കും ആന ഇവിടെ ഇടിച്ച് തള്ളി. ഞാൻ ഈ ഡോറ് തുറന്നപ്പോഴത്തേക്കും അവൻ ആ സൈഡ് അന്നേരത്തേക്കും താഴെ ആന ഇറങ്ങി. ദേവികുളം മിഡിൽ ഡിവിഷനിൽ പടയപ്പ ഇറങ്ങി. ഒറ്റയാൻ ജനവാസ മേഖലയോട് ചേർന്ന് നിലയുറപ്പിച്ചിരിക്കുകയാണ്. തലയാറിൽ പുലിയുടെ ആക്രമണത്തിൽ പശു ചത്തു. തോട്ടം തൊഴിലാളിയായ മുനിയാണ്ടിയുടെ പശുവിനെയാണ് പുലി പിടിച്ചത്. കഴിഞ്ഞ 2 മാസത്തിനിടയിൽ 5 വളർത്തുമൃഗങ്ങളെയാണ് പുലി കൊന്നത്. 2 മാസத்துக்கு முன்னாடி 5 மாடு அடிச்சிருக்கு. கவர்மெண்ட் இதுவரை எந்த நடவடிக்கையும் எடுக்கல ஃபாரஸ்ட் டிபார்ட்மெண்ட்லேருந்து. அதனால இது எங்களுக்கு ஒரு சக்தமான ஒரு நடவடிக்கை எடுத்து இந்த புலியை മാറ്റി തരുമ്പടി കേട്ടുകൊള്ളിരും. ഇടമലക്കുടിയിൽ കാട്ടാനക്കൂട്ടം റേഷൻ കടയും പലചരക്ക് കടയും അടിച്ചു തകർത്തു. കടയിൽ വിൽപ്പനയ്ക്ക് വെച്ചിരുന്ന സാധനങ്ങളും നശിപ്പിച്ചു. വന്യമൃഗശല്യം രൂക്ഷമായിട്ടും വനംവകുപ്പ് നടപടി സ്വീകരിക്കാത്തതിനെതിരെ മൂന്നാർ മേഖലയിൽ പ്രതിഷേധം ശക്തമാവുകയാണ്. MC ബോബൻ, അമൃത ന്യൂസ്, ഇടുക്കി.